ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഹോം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ്. വെറൈറ്റി വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഗുണപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ മറ്റൊന്നുമില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ ലിക്വിഡ്, അതായത് നമ്മൾ തുണി അലക്കുന്ന ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊരുവിധം കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ലോങ് വീഡിയോ അത്രയും കയറുന്നു. പക്ഷെ എങ്കിലും എന്റെ വീഡിയോ അത്ര നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, അതിന് മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് ഇത് എവിടെ കിട്ടും എന്നുള്ളതായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇത് കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കുന്ന ഐറ്റംസും സോപ്പ് ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം കിട്ടുന്നത് ഈ ക്ലീനിങ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിൽ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ, ഞാനിപ്പോ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ നമുക്ക് തളിപ്പറമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ചപ്പാരപ്പടവ്, എടക്കം, ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ കണ്ണൂർ ജില്ലയിലുള്ളവർക്കൊക്കെ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അതുപോലെ കണ്ണൂർ ടൗണിലും ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ ഞാൻ ഈ 3 ഷോപ്പുകളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത് ക്ലീനിങ് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടകളിലാണ്. സോപ്പ് പൊടി, അതുപോലെ സോപ്പ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെയുള്ള ഷോപ്പുകളിൽ നിന്നാണ് ഇത് കിട്ടുന്നത് കൂടുതലും. പിന്നെ ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോപ്പ് ബേസ് ഒക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് നമ്മളെ കൈക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, അതായത് തുണിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ എന്ന്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പൊ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് തുണിയൊക്കെ അലക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുപോലെ തന്നെ പാത്രം കഴുകുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ തന്നെ ലിക്വിഡാണ്, അതേ സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതുള്ളൂ. സിമ്പിൾ ആണ്. നമ്മൾ വെറുതെ കയ്യിൽ നിന്ന് വലിയ പൈസ കൊടുത്തിട്ട് ലിക്വിഡ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രാവശ്യം നമ്മൾ മേടിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പാത്രം കഴുകുന്ന ലിക്വിഡ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു കിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്ന കിറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു കിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ കിറ്റിനകത്ത് എല്ലാവരും കറക്റ്റ് അളവിലാക്കി വെച്ചതാണ്. അതുകൊണ്ട് അളവിന്റെ കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ അതിനകത്ത് പറയുന്നുണ്ട് 8 ലിറ്റർ വെള്ളം ചേർക്കാനാണ് അതിനകത്ത് പറയുന്നത്. ആ 8 ലിറ്റർ വെള്ളത്തിന്റെ കൂടെ ഇതും കൂടി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് സ്ലറി ആണ്. 1 ലിറ്റർ സ്ലറി ആയിരിക്കും ഇതിലുണ്ടാവുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കല്ല് പോലത്തെ ഒരു സാധനമാണ് കാസ്റ്റിക് സോഡ. പിന്നെ വേണ്ടത് സോഡിയം സൾഫേറ്റ് ആണ്. ഇത് ചെറിയൊരു ഉപ്പുപൊടിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് സോഡിയം സൾഫേറ്റ്. പിന്നെ സ്മെല്ല്, ഒരു കുപ്പിയിൽ ചെറിയ ലിക്വിഡ് പോലെയുള്ള സാധനമാണ് സ്മെല്ല്. നല്ല നാരങ്ങയുടെ മണം കേട്ടോ. പിന്നെ വേണ്ടത് കളറാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കളറിന്റെ പൊടി ഉണ്ടാവും. എനിക്ക് കിട്ടിയത് യെല്ലോ കളറാണ്. ഇതിന്റെ റെഡ് കളറും വരാറുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാത്രം തേക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിന്റെ കമ്പാണ്. അത് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് അല്ല മരത്തിന്റെ ആണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മെയിൻ ആയിട്ട് വേണ്ട 2 സാധനമാണ് ഗ്ലൗസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിക്കാതെയാണ് ചെയ്തത്. അപ്പോൾ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലൗസും മാസ്കും ഉപയോഗിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഗ്ലൗസ് എന്തായാലും കരുതിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബക്കറ്റില് വെള്ളം. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് 7 ലിറ്റർ വെള്ളമാണ്. 8 ലിറ്റർ വെള്ളമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ 7 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ബാക്കി 1 ലിറ്റർ വെള്ളം ഞാൻ ഈ പൊടി കലക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ 8 ലിറ്റർ വെള്ളത്തിൽ തന്നെ നമുക്ക് കാസ്റ്റിക് സോഡ കലർത്താം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. 8 ലിറ്റർ വെള്ളത്തിലാണ്, അല്ല 7 ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ കാസ്റ്റിക് സോഡ കലർത്താൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റിക് സോഡ കലർത്തി വെക്കണം. അത് ആ കാസ്റ്റിക് സോഡ കലർത്തി വെക്കേണ്ടത് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റിലോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പാത്രത്തിലോ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അലുമിനിയം ഉപയോഗിക്കാൻ പാടില്ല. പരമാവധി പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിക്കുക. പിന്നെ എന്തെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എടുക്കുന്ന ഒരു സ്ഥലത്തും ഇത് കലർത്തി വെക്കരുത്. കുട്ടികൾ എടുക്കുന്ന ഇത് കെമിക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികളുള്ള സമയത്തോ കുട്ടികൾ എടുക്കുന്നിടത്തോ ഇത് വെക്കാൻ പാടില്ല. അപ്പൊ നമുക്കിനി ഇത് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ ഗ്ലൗസ് ഇടട്ടെ. അപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടു. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ 7 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. ഇതൊക്കെ നമുക്ക് ഒരു 4 മണിക്കൂറിന് ശേഷം മാത്രമേ വേണ്ടൂ. ഇപ്പൊ നമുക്ക് ഈ ബക്കറ്റിലേക്ക് വേണ്ട കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമുക്ക് വേണ്ടത് വെള്ളമാണ്. 7 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ വെള്ളത്തിലേക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ ചൂട് വരും വെള്ളത്തിന്. പിന്നെ ആ ചൂട് തണുത്തിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഒരു 4 മണിക്കൂർ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചെയ്യുന്ന സമയത്ത് പരമാവധി മാസ്കും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കാസ്റ്റിക് സോഡ എല്ലാം കലർത്തി വെച്ചു. ഇനി നമുക്ക് ഇതൊരു 4 മണിക്കൂറേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂറിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ആക്കിയിട്ട് രാവിലെ ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ എടുത്തു വെച്ച് ഞാൻ പകലാണ് ചെയ്യുന്നത്, രാവിലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി 4 മണിക്കൂറിന് ശേഷം ബാക്കി ചെയ്യാം. അപ്പം നമ്മൾ ആക്കി വെച്ച നമ്മുടെ കാസ്റ്റിക് സോഡ ഇവിടെ എല്ലാം തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഇനി ചേർക്കേണ്ടത് നമ്മൾ ഈ നേരത്തെ എടുത്ത ചീപ്പൊടിയില്ലേ, 1 ലിറ്റർ വെള്ളം കുറച്ചായിരുന്നു നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വേണമെങ്കിൽ ഒരുമിച്ച് തന്നെ ഇടാം. ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. കാസ്റ്റിക് സോഡ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി ചേരുവകൾ എന്ന് പറയുമ്പോൾ ഇനി ചേർക്കേണ്ടത് സോഡിയം സൾഫേറ്റ് ആണ്. അത് ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ ഇത് നേരിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അലുക്കാൻ എളുപ്പമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഉപ്പുപൊടിയുടെ ഒക്കെ പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. അപ്പൊ ഇതിലേക്ക് സോഡിയം സൾഫേറ്റ് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സോഡിയം സൾഫേറ്റ് ഇട്ട 1 ലിറ്റർ വെള്ളമാണ്. ഒരു കപ്പിൽ 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു കപ്പിനകത്ത് 1 ലിറ്റർ വെള്ളം എടുത്ത് അതിലേക്ക് സോഡിയം സൾഫേറ്റ് ഇട്ടു. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ആവണം. മിക്സ് ആയതിനു ശേഷം അവിടെ വയ്ക്കാം. അടുത്ത നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ലറിയാണ്. ഇതിലേക്ക് നമുക്ക് സ്ലറി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ കാസ്റ്റിക് സോഡ കലക്കി വെച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഈ സ്ലറിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ല ലിക്വിഡ് കിട്ടും, നല്ല കൊഴുപ്പും ഉണ്ടാവും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഒരു സോഡിയം സൾഫേറ്റ് കലക്കിയ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനത് 2ആയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. അലുക്കാൻ വേണ്ടിയിട്ട് 2ആയി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ഇതും കൂടി ഒഴിക്കുമ്പോഴത്തേനും നമുക്ക് നല്ല കട്ടിയായി വരുന്നുണ്ട്. ഇതിനകത്ത് സ്ലറി എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇളക്കുമ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ 10 ലിറ്റർ വരെ ആക്കാം. നമുക്ക് എത്ര ലൂസ് വേണേലും ആക്കാം. ഞാനിപ്പോ ഒരു 9 ലിറ്റർ കണക്കിനാണ് ആക്കിയിരിക്കുന്നത്. ഇത് 10 ലിറ്റർ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നല്ല ടൈറ്റ് ആവും. അതുപോലെ ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടതെന്ന് പറയുന്നത് കളറാണ്. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യാം. എനിക്ക് കിട്ടിയത് യെല്ലോ കളറാണ്. ചിലപ്പോ ചുവപ്പ് കളറൊക്കെ കൊടുക്കലുണ്ട്. ഇനി നമുക്ക് ഈ കളർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ യെല്ലോ കളറും കൂടി ഇട്ട് കൊടുത്തു. ഈ ഇള കളറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കളറും ചെയ്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സ്മെല്ലാണ്. ഞാൻ നാരങ്ങയുടെ സ്മെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഒരുവിധം കട്ടിയും ഉണ്ട്.
ഇതിപ്പോ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള ലിക്വിഡ് ഉണ്ട്. 350 രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ കിറ്റിന്. അപ്പം എല്ലാവരും മേടിച്ച് ചെയ്ത് നോക്കണം. നമുക്ക് ആവശ്യമായ ലിക്വിഡ് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ചെറിയ ചെറിയ പൈസ കൊടുത്ത് നമ്മൾ കടയിൽ പോയിട്ട് ഒരുപാട് വലിയ പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടിലും എത്രയോ എളുപ്പമാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു പണിയും ഇല്ല. ഇത് ചെയ്യാൻ വേണ്ടി എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പൊ കണ്ട നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. നല്ല ഒരുവിധം കട്ടിയും ഉണ്ട്. ഇളക്കി കൊടുത്ത് നല്ല സെറ്റാക്കി എടുക്കണം. ഒരു 10 മിനിറ്റ് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ആക്കിയതിന് ശേഷം 2 ദിവസത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 9 ലിറ്റർ ലിക്വിഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 5 ലിറ്ററിന്റെ ടിന്നാണിത്. അപ്പോൾ രണ്ടിലും കൂടി 9 ലിറ്റർ ലിക്വിഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നാളത്തേക്ക് നമുക്കിനി ഈ ലിക്വിഡിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. അതുകൊണ്ട് 1 വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാനുള്ള ലിക്വിഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപയോഗിച്ച് നോക്കാം. എനിക്കിത് വാങ്ങിയപ്പോൾ കിറ്റിന് 350 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അടുത്തുള്ള ഷോപ്പുകളിൽ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അത് മാത്രമല്ല, വീട്ടിൽ ഇപ്പം ഒരു തൊഴിലും ഇല്ലാതെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ലിക്വിഡുകളൊക്കെ ആക്കിയിട്ട് സെയിൽ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ.